ശാന്തി. ഇത് ലോകത്ത് പലരും ചോദിക്കുന്ന ചോദ്യമാണ്. കഷ്ടപ്പാടുള്ളവർക്ക് എന്നും കഷ്ടപ്പാട്, ധനമുള്ളവർക്ക് എന്നും ധനം, പാവപ്പെട്ടവർക്ക് വളരാൻ ഭയങ്കര കഷ്ടം, പണക്കാർക്ക് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജയിക്കുന്നവർക്കെന്നും ജയം, തോൽക്കുന്നവർക്കെന്നും തോൽവി. എന്താ ഇതിൻ്റെ പിന്നിലെ സീക്രട്ട്? ഇന്ന് ആ സീക്രട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു ഭായി എന്നോട് ഫോൺ ചെയ്ത് സംസാരിച്ച് ഞാൻ ഓർമ്മിക്കും. ഞാൻ കുറേ ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങും, കുറച്ച് സമയം കഴിയും, എന്തെങ്കിലും കാരണമായി അത് ഫ്ലോപ്പാവും. 4, 5, 6 തവണ ഞാൻ എൻ്റെ ഫീൽഡ് മാറ്റി. എന്നിട്ടും എനിക്കൊരു പുതിയ തുടങ്ങിയിട്ട് എവിടെ എത്തുന്നില്ല. തോൽവി തന്നെ തോൽവി, എന്തെടുത്താലും തോൽക്കും. എന്താ അങ്ങനെ കാരണം എന്ന്? എന്താ കാരണം എന്നറിയോ നിങ്ങൾക്ക്? ഇത് മനസ്സിൻ്റെ ഒരു കളിയാണ്. ഈ കളീനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തോൽവിയെ വിജയത്തിലേക്ക് മാറ്റാൻ സാധിക്കും. എന്താണ് ആ കളി എന്നറിയോ? ഒരു പ്രാവശ്യം ഒരു കാര്യം തോൽക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, തോൽവി എന്നത് വലിയൊരു നഷ്ടമായിട്ട്, വിഷമമായിട്ട്, അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് എല്ലാവരും സ്വീകരിക്കുക. ഞാൻ എൻ്റെ 5ാം ക്ലാസ്സിലെ സയൻസ് ടീച്ചറായിരുന്ന ജയഭാരതി ടീച്ചർക്ക്, ഇന്ന് ടീച്ചർ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇതോർത്ത് സന്തോഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, താങ്ക്സ് പറയുകയാണ്. എനിക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സയൻസ് പരീക്ഷയിൽ 25 മാർക്കിൽ 24 മാർക്കായിരുന്നു. ഒരു മാസ പരീക്ഷയ്ക്ക്. എൻ്റെ കൂട്ടുകാരിക്ക് 24.5 മാർക്ക്. അവൾ ഫസ്റ്റായി, ഞാൻ സെക്കൻഡായി. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ അങ്ങിരുന്ന് കുറേ കരഞ്ഞു. എൻ്റെ ബെഞ്ചിൽ വന്നിരുന്നിട്ട് ടീച്ചർ വിളിച്ചു വെച്ചു, നീ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് 1/2 മാർക്ക് പോയി, എൻ്റെ ഫസ്റ്റ് പോയി എന്ന്. ടീച്ചർ എൻ്റെ മാർക്ക് ലിസ്റ്റ് അങ്ങ് വാങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ ഓർമ്മിക്കും, 24/25 എന്ന് ചുവന്ന മഷിയിൽ എഴുതിയിട്ടുള്ള ആ വട്ടട്ട സാധനത്തിനെ തലങ്ങും വിലങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് വെട്ടി മുറിച്ച് കാണാണ്ടാക്കി കളഞ്ഞു. അതിൻ്റെ താഴെ എഴുതി 23/25. എന്നിട്ട് ആ മാർക്ക് ലിസ്റ്റ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, 23 മാർക്ക് വാങ്ങിയിട്ട് നിനക്ക് എന്താ സംഭവിക്കണമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. എനിക്ക് കുറേയും കൂടെ സങ്കടം വന്നു, ടീച്ചറോട് ദേഷ്യം വന്നു, ഒക്കെ വന്നു. പക്ഷെ വല്ലതും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. ഒരു കാര്യം സംഭവിച്ചു, അറിയോ നിങ്ങൾക്ക്? 23 മാർക്ക് കിട്ടിയാലും ഒന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ ഉപബോധ മനസ്സ് സ്വീകരിച്ചു. ഒരു നല്ല ട്രെയിനിങ് ആയിരുന്നു അന്ന് എൻ്റെ ടീച്ചർ തന്നത്. ഞാൻ ഇന്ന് എൻ്റെ ടീച്ചർക്ക് താങ്ക്സ് പറയുകയാണ്, നന്ദിയോടെ ഓർമ്മിക്കുകയാണ്. ജീവിതത്തിലെ തോൽവി എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമല്ല. തോൽക്കുന്നത് കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ തോൽവിയെ മറക്കാൻ പഠിക്കണം. തോൽക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സിന്ന്, ഓ അത് ശരിയാവുമോ, ഇതങ്ങനെ അതേ അങ്ങനെയായി, ഇനിയിപ്പോൾ ഇത് ചെയ്യാൻ പോയത് ഇങ്ങനെയാവുമോ, അവരോട് പറയാൻ പോയി അവർ മാനിക്കുകയാവോ, ഞാനിപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് എന്താ പറയണ്ടേ, നേരത്തെ ഒരെണ്ണം നോക്കി അത് ഫെയിലിയറായിപ്പോയി എന്നാണോ പറയണ്ടേ? അവർ ചോദിക്കില്ലേ എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു കാര്യത്തിന് രണ്ടാമത് തുടങ്ങാൻ പോകും മുന്നേ മനസ്സൊരു 100 കൂട്ടം ഇത്തരത്തിലുള്ളതായിട്ടുള്ള സംശയത്തിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. ഒരു ട്രിക്ക് ഉപയോഗിക്കുക. മനസ്സിനോട് പറയുക, ഒരു കാര്യത്തിലേ ഞാൻ തോറ്റുള്ളൂ, ഒരു ബിസിനസ്സിലേ ഞാൻ തോറ്റുള്ളൂ, ഒരു കളിയിലേ ഞാൻ തോറ്റിട്ടുള്ളൂ, ഞാൻ ജീവിതത്തിൽ തോറ്റിട്ടില്ല, അതുകൊണ്ട് ഫുൾ സ്റ്റോപ്പ്. വേറെ ആരോടുമല്ല പറയണ്ടേ, സ്വയം നമ്മളോട് പറയുക. ആ കാര്യത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് അത് തുടങ്ങും മുന്നേ നിങ്ങൾക്ക് നേടിയെടുത്തതായിട്ടുള്ള നോളജിൻ്റെ ആധാരത്തിൽ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ തോൽക്കുന്ന ഞാൻ പഠിച്ചില്ലേ, സോ ലീവ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം നമ്മളോട് തന്നെ പറയുക. ഒരു പ്രാവശ്യം പറഞ്ഞ് മനസ്സ് കേൾക്കുന്നില്ലേ, 10 തവണ പറഞ്ഞോ, 100 തവണ പറഞ്ഞോ, 1000 തവണ പറഞ്ഞോ, പറഞ്ഞ് മനസ്സിനോട് പറയുക, അത് വിട്ട കാര്യമാണ്, സ്റ്റാർട്ട് നൗ എന്ന്. ഒരു പുതിയ തുടക്കം പോലെ മനസ്സിലേക്ക് ഉന്മേഷം വരാൻ തുടങ്ങും, ഊർജം വരാൻ തുടങ്ങും, ഐഡിയാസ് ഫ്ലാഷ് ആവാൻ തുടങ്ങും, കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കാൻ തുടങ്ങും. എനിക്കിത് പറ്റുമെന്ന് വിചാരിക്കുക, വിഷ്വലൈസ് ചെയ്യുക, ആ കാര്യം നേടിയെടുത്തതായിട്ട് കാണുക. ആ സന്തോഷത്തിൻ്റെ, ഊർജത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ ആധാരത്തിൽ ആരോടും പോയി സംസാരിക്കുക. നിങ്ങൾ മുന്നേ എന്താ ചെയ്തതെന്ന് ആരും ചോദിക്കില്ല. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മുൻ എന്തായിരുന്നു എന്ന് ആരും ചോദിക്കില്ല. നിങ്ങളുടെ എനർജി ലെവലിനെ ഓവർകം ചെയ്യാൻ, നിങ്ങളുടെ ഊർജ്ജ മണ്ഡലത്തിനെ കട്ട് ചെയ്യാൻ അവരെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ എനർജി ഹൈ ആണെങ്കിൽ, കോൺഫിഡൻസ് ഹൈ ആണെങ്കിൽ, അതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടി കഴിഞ്ഞതിനൊരു സീൽ ചെയ്യുക. നമ്മൾ പറയില്ലേ, സീൽ വെച്ചു ഇനി ആ കാര്യം ഇല്ല, സ്റ്റാപ്ലർ അടിച്ചു ഇല്ല എന്നൊക്കെ. സ്റ്റാപ്ലർ അടിക്ക്, സീൽ ചെയ്യേ, ആ കാര്യത്തിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്ക്. ഒരു പ്രാവശ്യം വാച്ച് ചെയ്യുക, എന്തുകൊണ്ട് തോറ്റു, എന്ത് സംഭവിച്ചു, ഒരു തറോ സ്റ്റഡി, അതിനുള്ള ലെസൺ സ്വന്താക്കുക, പുട്ട് എ ഫുൾ സ്റ്റോപ്പ്.
എന്നിട്ട് പുതിയ എൻത്യൂസിയാസോട് കൂടി ആദ്യമായി ചെയ്യുകയാണെന്നുള്ള ഉന്മേഷവും ഉത്സാഹവും കൊണ്ടുവന്നുകൊണ്ട് ആ കാര്യത്തെ നിങ്ങൾ ചെയ്യാൻ നോക്ക്. തോൽവി നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടേ മാറുള്ളൂ, അല്ലാതെ തോൽവി നിങ്ങളെ തോൽപ്പിക്കില്ല. ജയിക്കും എന്താ സംഭവിക്കുന്നത്? ഞാൻ ജയിച്ചു, എനിക്ക് സക്സസ്ഫുൾ ആയി എന്നുള്ള കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുകയാണ്. ആ കോൺഫിഡൻസും കൊണ്ടുപോയി വേറൊരാളോട് സംസാരിക്കുമ്പോൾ, ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഈസിലി അവർ അക്സെപ്റ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആണ്, അവരുടെ ലോ ആണ്. തോറ്റു എന്നുള്ള ഫീലിങ്ങിൽ പോകുമ്പോൾ നമ്മുടെ എനർജി ലെവൽ ലോ ആണ്, അവരുടെ എനർജി ലെവൽ ഹൈ ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് നമുക്കൊരു കാര്യം ഒഴുക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഇവിടേക്ക് ഒഴുക്കാൻ പറ്റൂ. അതുകൊണ്ട് കോൺഫിഡൻസ് ലെവലിനെ വർദ്ധിപ്പിക്കൂ, ആ തോൽവിനെ മറക്ക്, ലെസൺ പഠിക്ക്, ഫുൾ സ്റ്റോപ്പ് ഇട്, എനർജി വർദ്ധിപ്പിച്ചിട്ട് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഈ സീക്രട്ട് സ്വന്താക്കണം, സദാ സക്സസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.